യു.എസ് വിസ നടപടികൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് H-1B, H-4 വിസ അപേക്ഷകർക്ക് സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് നിർബന്ധമാക്കാനൊരുങ്ങി യു.എസ് സർക്കാർ. ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ നിയമപ്രകാരം വിസ അപേക്ഷകരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വിശദമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ടെക്നോളജി, മെഡിക്കൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു സുപ്രധാന നയമാറ്റമാണിത്. നോൺ ഇമിഗ്രന്റ് വിസകൾക്കായുള്ള ഈ കർശന പരിശോധന യു.എസിന്റെ ദേശീയ സുരക്ഷാ മുൻഗണനകൾക്ക് ഊന്നൽ നൽകുന്നതിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. ഇതിനു മുമ്പ് വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് സന്ദർശകർക്കുമുള്ള വിസ അപേക്ഷകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങിന് വിധേയമാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്ക് നൽകുന്ന H-4 വിസ അപേക്ഷകർക്കും ഇത് ബാധകമാകും. ഇതിനു പുറമെ F-MJ എന്നീ വിഭാഗങ്ങളിലെ നോൺ ഇമിഗ്രന്റ് വിസകൾക്കായി അപേക്ഷിക്കുന്നവരും ഈ പരിശോധനയ്ക്ക് വിധേയരാകും. പരിശോധന എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി ഈ വിസകൾക്കായി അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലെ സ്വകാര്യത ക്രമീകരണങ്ങൾ പബ്ലിക്കായി ക്രമീകരിക്കാൻ നിർദ്ദേശിക്കുന്നുവെന്ന് യു.എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അപേക്ഷകരെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കാനും അവരുടെ ഉദ്ദേശശുദ്ധി ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ പുതിയ നടപടി. സ്വകാര്യതാ ക്രമീകരണങ്ങൾ മാറ്റാൻ നിർബന്ധിക്കുന്നില്ലെങ്കിലും പരിശോധന എളുപ്പമാക്കുന്നതിലൂടെ വിസ നടപടികൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. യു.എസ് വിസ എന്നത് ഒരു അവകാശമല്ല, മറിച്ചൊരു പദവിയാണ് എന്ന് യു.എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പുതിയ ഉത്തരവിലൂടെ വീണ്ടും അടിവരയിടുന്നു. ഓരോ വിസ നിർണയവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനമാണിത്. അതിനാൽ അമേരിക്കൻ പൗരന്മാർക്കോ രാജ്യത്തിന് ദോഷകരമായ ഒരു ഉദ്ദേശവും അപേക്ഷകർക്കില്ലെന്ന് ഉറപ്പാക്കാൻ യു.എസ് സർക്കാർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. എല്ലാ വിസ അപേക്ഷകരും യു.എസിലേക്കുള്ള പ്രവേശന നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള യോഗ്യതയും യു.എസിലെ താമസത്തിന്റെ ഉദ്ദേശവും വിശ്വസനീയമായി സ്ഥാപിക്കണമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നു. ഈ പുതിയ പരിഷ്കരണം ഏറ്റവും അധികം വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുള്ളത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ്. ടെക് തൊഴിലാളികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ ഇന്ത്യൻ വിദഗ്ധർ യു.എസിൽ ജോലി ചെയ്യുന്നതിനായി ഏറ്റവും അധികം ആശ്രയിക്കുന്ന വിസയാണ് H-1B വിസ. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ എല്ലാ വർഷവും ഈ വിസയ്ക്കായി അപേക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ പഴയ പോസ്റ്റുകൾ, കമന്റുകൾ, ഷെയറുകൾ, പിന്തുടരുന്ന പേജുകൾ എന്നിവയെല്ലാം ഇനി മുതൽ വിസ ഓഫീസർമാരുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാകും. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ, തീവ്രവാദ ബന്ധങ്ങൾ, സാമൂഹിക വിരുദ്ധ മനോഭാവങ്ങൾ, യു.എസിന്റെ നയങ്ങളോടുള്ള എതിർപ്പുകൾ, വിദ്വേഷപരമായ പ്രസ്താവനകൾ എന്നിവയെല്ലാം ഈ പരിശോധനയിലൂടെ പുറത്തു കൊണ്ടുവരാനും സാധിക്കും. വിസ അപേക്ഷകന്റെ സ്വഭാവം, പശ്ചാത്തലം, യു.എസിൽ പ്രവേശിക്കാനുള്ള യഥാർത്ഥ ലക്ഷ്യം എന്നിവ വിലയിരുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കങ്ങളും നിർണായകമാകും. ഏതെങ്കിലും തരത്തിലുള്ള സംശയകരമായ ഉള്ളടക്കം വിസ നിഷേധിക്കാനും കാരണമായേക്കാം. ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിസ അപേക്ഷകർ യു.എസിലേക്കുള്ള പ്രവേശന നിയമനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. ഉദാഹരണത്തിന് F-1 വിദ്യാർത്ഥി വിസയിൽ പ്രവേശിച്ച ശേഷം രാജ്യത്തെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ തിരിച്ചറിയാനും സാധിച്ചേക്കാം. ഈ നീക്കം സ്വകാര്യതാ വിഷയങ്ങളെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ സർക്കാരിന്റെ വിശാലമായ പരിശോധനയ്ക്ക് വിധേയമാവുക എന്നത് പലർക്കും സ്വീകാര്യമായേക്കില്ല. എന്നിരുന്നാലും യു.എസിലേക്കുള്ള വിസ ഒരു പദവിയായതിനാൽ വിസ നേടുന്നതിന് അപേക്ഷകർ ഇത്തരം നിബന്ധനകൾ അംഗീകരിക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിസ അപേക്ഷകർ തങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ പഴയ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയോ പ്രൊഫൈൽ ക്രമീകരണങ്ങൾ മാറ്റുകയോ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചേരുകയും ചെയ്യും. ആഗോളതലത്തിൽ സുരക്ഷാപരമായ കാരണങ്ങൾ മുൻനിർത്തി വിസ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് യു.എസിന്റെ ഈ പുതിയ നീക്കത്തെ കണക്കാക്കുന്നത്. ഏതായാലും ഡിസംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പുതിയ ചട്ടം H-1B വിസ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അവരുടെ അപേക്ഷാ നടപടികളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യപ്പെടുന്ന ഒന്നാണ്.